ഹായ് ഡിയേഴ്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ സ്പെഷ്യൽ പായസമാണ്. ഇപ്പോഴത്തെ സീസൺ എല്ലാവർക്കും അറിയാം, നല്ല മാമ്പഴമൊക്കെ കിട്ടുന്ന സമയമാണ്. അപ്പോൾ നമ്മളൊരു അടിപൊളി ഒരു മാമ്പഴ പ്രഥമനാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാം, മാമ്പഴം ഒരുപാട് കിട്ടുന്ന സമയമായതുകൊണ്ട് എല്ലാവരും പല പല റെസിപ്പീസ് മാമ്പഴത്തിൻ്റെ ചെയ്യാറുണ്ട്. ഞാനും കുറച്ച് മാമ്പഴത്തിൻ്റെ റെസിപ്പീസ് ഷോർട്സ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് മൂവാണ്ടൻ മാങ്ങയാണ്, വീട്ടിൽ തന്നെ പിടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് കുറച്ച് പുളി ഉണ്ടായതുകൊണ്ട് നമ്മൾ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്, 200 ഗ്രാം ശർക്കര എടുത്തിട്ടുള്ളത്. അത് ഈ 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ അതൊന്ന് തിളച്ചിട്ട് നമുക്കതൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. പിന്നെ വേറൊരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യമേ കുറച്ച് കാഷ്യൂനട്ട് വറുത്ത് മാറ്റി വയ്ക്കാം. പിന്നെ അതിനുശേഷം ആ സെയിം നെയ്യിൽ തന്നെ കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള മാമ്പഴവും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ അതൊന്ന് വഴന്നിട്ട് അതൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ട് അതൊന്ന് വെന്തൊക്കെ വരണം. വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ശർക്കര പാനി ഒന്ന് അരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് അരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ കല്ലും പൊടിയും ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ശർക്കരയിൽ അഥവാ കല്ലും പൊടിയും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നമുക്ക് പോയി കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് അരിച്ചെടുക്കുന്നത്. മാമ്പഴവും ശർക്കര പാനിയും കൂടെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങയുടെ 2ാം പാല് ചേർത്ത് കൊടുക്കാം. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാങ്ങയുടെ പൾപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കുറച്ച് നേരം അതൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചവ്വരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുന്നേ നമ്മളിത് കഴുകി നല്ലതുപോലെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ചവ്വരി. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അത് എല്ലാവർക്കും അറിയാവുന്നതാണ് ചവ്വരി എങ്ങനെ വേവിക്കേണ്ടതെന്ന്. അപ്പോൾ അത് നല്ലതുപോലെ വേവിച്ചതിന് ശേഷം മാത്രം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഈ ശർക്കര പാനിയും ചവ്വരിയും മാമ്പഴവും എല്ലാം കൂടെ ഒന്ന് മിക്സായി വരണം. അപ്പോൾ നല്ലതുപോലെ ഇതൊന്ന് മിക്സായി തിളച്ച് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഏലക്കാ പൊടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ലാസ്റ്റായിട്ട് തേങ്ങയുടെ 1ാം പാൽ കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1ാം പാൽ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ തിളയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരുന്ന കാഷ്യൂനട്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്താൽ നമ്മുടെ മാമ്പഴ പായസം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നല്ലൊരു അടിപൊളി ഒരു മാമ്പഴ പായസമാണ്. നല്ല ടേസ്റ്റി ആയിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചില്ല ഇതിന് എത്ര ടേസ്റ്റ് ഉണ്ടാകും എന്ന് അറിയത്തില്ലായിരുന്നു. ഇത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. ഇതിൽ പിന്നെ വറുത്തിടുമ്പോൾ കാഷ്യൂനട്ട് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് അങ്ങനെ കിസ്മിസ് ഒന്നും ചേർക്കുന്നില്ല. കാരണം മാമ്പഴം ആയതുകൊണ്ട് അതിൻ്റെ മാമ്പഴത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഇതെല്ലാം കൂടി നട്ട്സ് എല്ലാം കൂടി ചേർക്കേണ്ട ആവശ്യമില്ല. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അടുത്ത വിഭവമായിട്ട് കാണാം. അതുവരേക്കും കാത്തിരിക്കുക. ടേക്ക് കെയർ. ടാറ്റാ, ബൈ ബൈ, സീ യു.